ഹായ് എവരിവൺ, ലോഗറിതത്തിൻ്റെ അടുത്തൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന ലോഗറിതമിക് ഇനീക്വാളിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഇനീക്വാളിറ്റീസും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസുമാണ്. ഇഫ് എ ഗ്രേറ്റർ ദാൻ 1 പി ഗ്രേറ്റർ ദാൻ 1 ഇംപ്ലൈസ് ലോഗ് പി ബേസ് എ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എന്താ പറയുന്നത്? ലോഗ് ഇഫ് എ ഗ്രേറ്റർ ദാൻ 1 പി ഗ്രേറ്റർ ദാൻ 1, എയും പിയും ഗ്രേറ്റർ ദാൻ 1 ആണ് എങ്കിൽ എന്താണ് ലോഗ് പി ബേസ് എ ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇഫ് 0 ലെസ് ദാൻ എ ലെസ് ദാൻ 1 ആൻഡ് പി ഗ്രേറ്റർ ദാൻ 1 ദെൻ ദാറ്റ് ഇംപ്ലൈസ് ലോഗ് പി ബേസ് എ ലെസ് ദാൻ 0 ആയിരിക്കും. ഇഫ് എ ഗ്രേറ്റർ ദാൻ 1 0 ലെസ് ദാൻ പി ലെസ് ദാൻ 1 ഇംപ്ലൈസ് ലോഗ് പി ബേസ് എ ലെസ് ദാൻ 0 ആയിരിക്കും. ഇഫ് പി ഗ്രേറ്റർ ദാൻ എ ഗ്രേറ്റർ ദാൻ 1 ദാറ്റ് ഇംപ്ലൈസ് ലോഗ് പി ബേസ് എ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ലോഗ് പി ബേസ് എ ഗ്രേറ്റർ ദാൻ 1. If a greater than 1 if a greater than p greater than 1 that implies 0 less than log p base a less than 1. 0 less than log p base a less than 1. If 0 less than a less than p less than 1 implies 0 less than log p base a less than 1. 0 less than p less than a less than 1 അങ്ങനെയാണെങ്കിൽ ലോഗ് പി ബേസ് എ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ശ്രദ്ധിക്കാം, ഇവിടെ 0 ലെസ് ദാൻ എ ലെസ് ദാൻ പി ആണ്, ഇവിടെ എന്താ പി ലെസ് ദാൻ എ ആണ് പറയുന്നത്. അപ്പം ഇങ്ങനെയാകുമ്പോൾ ലോഗ് പി എ ലെസ് ദാൻ 1 ആയിരിക്കും, ഇവിടെ ലോഗ് പി എ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി ലോഗ് എ ബേസ് എം ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ എം റേസ് ടു ബി ഇഫ് എം ഗ്രേറ്റർ ദാൻ 1 ആൻഡ് എ ലെസ് ദാൻ എം റേസ് ടു ബി ഇഫ് 0 ലെസ് ദാൻ എം ലെസ് ദാൻ 1. If log a base m less than b is equal to a less than m raised to b if m greater than 1, a greater than m raised to b if 0 less than m less than 1. If a greater than m raised to b if 0 less than m less than 1. Log a base p greater than log b base p implies a greater than or equal to b if base p is positive and greater than 1, or a less than or equal to b if base p is positive and less than 1, that is 0 less than p less than 1 ആയിരിക്കും. അതെന്താ? ലോഗ് പി ഇവിടെ ബേസ് പി ആണ്, അതുപോലെ ലോഗ് ബി ബേസ് പി, രണ്ടിന്റെ ബേസ് സെയിം ആണ്. ഇതാണ് ലോഗ് എ ബേസ് ബി ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എ ലെസ് ദാൻ എ ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു ബി ആയിരിക്കും ഇഫ് ബേസ് പി ഈസ് പോസിറ്റീവ് ആൻഡ് ഗ്രേറ്റർ ദാൻ 1. ഇനി എ ലെസ് ദാൻ ഇക്വൽ ടു പി ആകുമ്പോൾ ബേസ് പി ഈസ് പോസിറ്റീവ് ആയിരിക്കും ആൻഡ് ലെസ് ദാൻ 1 ആയിരിക്കും. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ പി ലെസ് ദാൻ 1. അപ്പോൾ നമുക്കിനി ഇത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആകും നിങ്ങൾക്ക്. പ്രോബ്ലം പറയുന്നത് ഇതാണ്. If log 5 base 3 and y is equal to log 25 base 17, which are of the following is correct? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? x less than y, x is equal to y, x greater than y, none of this. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് y is equal to എന്താണ്? log 25 base 17 ആണ് y എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് 17 25നെ 5 സ്ക്വയറിന് എഴുതാം. അതിന് നമുക്ക് 2 ലോഗ് 17 5 എന്ന് എഴുതാം. 2 ലോഗ് 17 5. ഇനി അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം. 1/y is equal to 1/2 ലോഗ്. ഇത് റെസിപ്രോക്കൽ എടുക്കുന്നതിന് പകരം ഇത് ചേഞ്ച് ചെയ്താൽ മതി. ഇത് രണ്ടും ചേഞ്ച് ചെയ്തിട്ടാൽ മതി അല്ലേ? ബേസ് 5 ആകും, ഇത് 17 ആകും. ലോഗ് 17 ബേസ് 5 എന്ന് എഴുതാം. ഓക്കെ. ദെൻ സിമിലർലി നമുക്ക് എക്സിനെ അങ്ങനെ ചെയ്യാം. എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/x is equal to ലോഗ് 5 ബേസ് 3 കൊടുക്കാം. 3 ബേസ് 5 കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഇതേ രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 1/2 വെച്ചിട്ട് ഇവിടെ ഡിവൈഡും ചെയ്യാം, മൾട്ടിപ്പിളും ചെയ്യാം, 3 സ്ക്വയറും കൊടുക്കാം. അതായത് 1/2 ലോഗ് 5 3 സ്ക്വയർ. ദാറ്റ് ഈസ് 1/2 ലോഗ് 5 9. 3 സ്ക്വയറിന് എഴുതിയില്ലെങ്കിൽ ഡയറക്റ്റ് 9 എഴുതിയാലും മതി. ബിക്കോസ് ഇത് നോക്കൂ, 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. അതിന് ലോഗിൻ ഇങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കും എന്താ അല്ലേ? 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. അപ്പോൾ അതിനെ ലോഗിൻ ഇങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കും 2 ലോഗ് ഇതല്ലേ? ലോഗ് 5 3 വരും. അപ്പോൾ ഡിവൈഡ് ബൈ 2 ഉണ്ടല്ലോ, അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താലും ഇങ്ങനെ എഴുതിയാലും സെയിം ആണ് അത് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലാക്കാം കേട്ടോ അത്. അപ്പോൾ ഇത് നോക്കിട്ടെ. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. എന്താ എഴുതേണ്ടത്? ലോഗ് 1/2 ലോഗ് 5 9. ഓക്കെ. അപ്പോൾ ഈ 9 എന്നുള്ളത് 3 സ്ക്വയർ എഴുതുമ്പോൾ ഇത് ഇങ്ങോട്ട് വരുന്നതാണ്.
ഇനി നമുക്കപ്പോൾ 1/x എഴുതി നമ്മൾ 1/y എഴുതി. അപ്പോൾ ഇനി ഇവിടെ നോക്കും 1/y എന്ന് പറഞ്ഞാൽ 1/2 log 5. അപ്പോൾ രണ്ടിൻ്റെ ബേസ് സെയിം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്ലിയർലി എന്താണ് ഗ്രേറ്റർ? 1/y ഗ്രേറ്റർ ദാൻ 1/x ആണ്. അതിന് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് ഇതിങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കും ഇതിങ്ങോട്ട് പോയി ഇതിങ്ങോട്ട് പോകും. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി. അപ്പോൾ ചെയ്യേണ്ട രീതി മനസ്സിലാക്കാം കേട്ടോ. ബേസ് സെയിം ആയി കഴിഞ്ഞാൽ നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. ബേസ് സെയിം ആയി കഴിഞ്ഞാൽ നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം 1/2 ഇവിടെ log 5 17 ആണ്, 1/2 log 5 9 ആണ്. അപ്പോൾ ഇതിൽ 17 ആണ് ഗ്രേറ്റർ. സോ എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If log x minus 1 0.3 less than log x minus 1 0.09, then x lies in the interval. Interval ആണ് ഓപ്പൺ ഇൻ്റർവൽ. ഫസ്റ്റ് ഓപ്ഷൻ 2 ഇൻഫിനിറ്റി, -2 -1 1 2 ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പം നമുക്ക് ആദ്യം ലോഗ് 0.3 എക്സ് മൈനസ് 1 ലെസ് ദാൻ ലോഗ് ഇത് നമുക്ക് എന്ത് എഴുതാം? 0.3 ഹോൾ സ്ക്വയർ എക്സ് മൈനസ് 1. ഓക്കെ, ഇത് രണ്ടും ഇങ്ങനെയാണ്. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1/2 ലോഗ് 0.3 എക്സ് മൈനസ് 1 എഴുതാൻ പറ്റും. 1/2 ലോഗ് 0.3 എക്സ് മൈനസ് 1. അതായത് 1/2 ലോഗ് 0.3 എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 ആണ്. എക്സ് മൈനസ് 1 ലെസ് ദാൻ 0. ഓർ ലോഗ് 0.3 എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 ആണ്. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് ലെസ് ദാൻ 0ക്ക് വരെ എന്ത് കൊടുക്കാം? ലോഗ് 1. നമുക്കറിയാം ലോഗ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 1 ഓർ എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് കിട്ടും. അതെങ്ങനെയാണ്? ലോഗ് 1. അപ്പോൾ ഈ ലോഗും പോകും. അപ്പോൾ എക്സ് മൈനസ് 1 എന്താണ്? ഗ്രേറ്റർ ദാൻ 1 എന്ന് കിട്ടും. ഈ -1 ഇങ്ങോട്ട് പോകുമ്പോൾ -1 അല്ലേ? എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 1. ഈ -1 ഇങ്ങോട്ട് പോകുമ്പോൾ 1 + 1 എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ 1 ആണ്. ദെയർഫോർ ഇനീക്വാളിറ്റീസ് റിവേഴ്സ്. ഇനീക്വാളിറ്റി നമുക്ക് റിവേഴ്സ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. നൗ എക്സ് ഗ്രേറ്റർ ദാൻ 2. സോ എക്സ് ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ നമ്മുടെ ഏത് ഇൻ്റർവെല്ലാണ് കിടക്കുന്നത്? എക്സ് ഗ്രേറ്റർ ദാൻ 2 അല്ലേ? ഓപ്ഷൻ എ 2 to ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 1 ആണ് കിടക്കുന്നത് അല്ലേ? ബേസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. ആ 1 ആകുമ്പോൾ ഇനീക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. സോ നൗ എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് കിട്ടും. സോ എക്സ് ലൈസ് ഇൻ 2 to ഇൻഫിനിറ്റി. അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, താങ്ക് യു.